ആശ്ചര്യപ്പെടുവാൻ കാരണമുള്ള ഒരു കാര്യമാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ ബീനയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് വളരെ ഉറപ്പായി വളരെ വ്യക്തമായി പറയാൻ കഴിയുന്നു, ഇന്ന് അല്ലെങ്കിൽ നാളെ കർത്തൃകാഹളം ധ്വനിക്കുമ്പോൾ നമുക്ക് മുൻപായി അവൾ ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ നമുക്ക് സ്തോത്രം ചെയ്യുവാനിടയായി തീരണം. ഏറ്റവും പ്രധാനമായ പുനരുത്ഥാനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഒന്ന്, കർത്താവ് പറയുന്നു 90-ാം സംഗീതം വായിക്കുന്നവൻ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു. അടുത്ത വചനം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന രണ്ട് പദപ്രയോഗങ്ങളാണ്. മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നറിയിച്ചു. യേശുക്രിസ്തുവിനോടുള്ള ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവിനെ കുറിച്ച് പല ആവർത്തി സംസാരിച്ചിട്ടുള്ള ഒരു പദം മനുഷ്യപുത്രൻ എന്നാണ്. പ്രിയ തോമാച്ചാനും അമ്മാമയ്ക്കും അവൾ ഒരു മർത്തിയായി ജനിച്ചുവെങ്കിലും അവരുടെ ജീവിതയാത്രയുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസന്മാരുടെ ശുശ്രൂഷയുള്ള ബന്ധം, വചന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഒരിക്കൽ അവൾ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിനാൽ അവളുടെ മർത്യത എന്നുള്ള അനുഭവങ്ങൾ മാറി അവൾ ദൈവത്തിൻ്റെ പുത്രിയായി മാറ്റപ്പെട്ടതിനാൽ ഒരു ദിവസം വരാൻ പോവുകയാണ്. അവൾ ഇന്ന് നാം അല്പസമയം കഴിയുമ്പോൾ ഈ ശരീരം മണ്ണിന് മണ്ണായി ഏൽപ്പിച്ചു കൊടുക്കെങ്കിലും മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ പുതുബലത്തോടെ ആമേൻ സ്തോത്രം തേജസ്സേറിയ ശരീരത്തോടെ പ്രിയ ബീന ഉയർത്തു വരുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം നാം അടക്കുന്നത് ബീനയുടെ ഡെഡ് ബോഡി ആണെങ്കിലും അവരുടെ ഉള്ളിൽ മർമ്മമായിരിക്കുക എന്ന ഒരു കാര്യമുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു അവളിൽ വസിക്കുന്നതിനാൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമുക്ക് പറയാം, നാമം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുന്ന ഒരു ദിവസം വേഗത്തിൽ വരാൻ പോവുകയാണ്. That's a revelation. The glory, the Christ, the glory will appear one day. But we know that we will appear with him one day. It is a mystery for the world. We will be like him one day. ഇന്ന് ബലഹീന ശരീരത്തിൽ രോഗത്തിന് നിമിത്തമായിരിക്കുള്ള ശരീരത്തിൽ അവളായിരിക്കുന്നെങ്കിലും നാം പൂർണ്ണമായി വിശ്വസിക്കുന്നു തേജസ്സേറിയ ഒരു ശരീരത്തോടുകൂടെ. ഹല്ലേലൂയ. മുമ്പേ പറഞ്ഞതുപോലെ വളരെ നാളുകൾ അവൾ ഹോസ്പിറ്റൽ ഒത്തിരി ട്യൂബുകളും വയറിങ്ങും ഒക്കെ ഇട്ട് ബലഹീനയായി കിടന്നെങ്കിലും ജോഷുവ, ജെസിക്ക, you are going to see your mom in a glorious തേജസ്സേറിയ ഒരു ശരീരത്തോടുകൂടെയാണ് നാം അവളെ കാണുവാനായിട്ട് പോകുന്നത്. So what is the assurance that we will have the resurrection? I just want to read a few. Listen, I want you to read Gospel of John chapter 5 verse 24. Gospel of John chapter 5 verse 24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, Yes. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എന്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ട്? നിത്യജീവൻ. അടുത്ത വചനം, അവൻ ന്യായവിധിയിലാകാതെ അവൻ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ജീവിതത്തിന്റെ യാത്രാമധ്യത്തിൽ യേശുവിന്റെ വചനം ഉള്ളിൽ കൈക്കൊണ്ട് കർത്താവിൽ വിശ്വസിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചതിനാൽ ആമേൻ പുനരുത്ഥാനത്തിൽ ദൈവം നൽകിയ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, കർത്താവിൽ വിശ്വസിച്ചതിനാൽ അവർക്കൊരു പുനരുത്ഥാനം ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-54 വാക്യമാണ്. John chapter 6 verse 53 and 54. Jesus said to them, Yes. Very truly I tell you, Yes. unless you eat the flesh of the Son of Man Yes. and drink his blood, you have no life in you. Yes. Whoever eats my flesh and drinks my blood has eternal life, and I will raise them up at the last day. അവൻ ദീർഘവർഷങ്ങളിൽ ജാൻവ ക്രിസ്ത്യൻ അസംബ്ലിയിൽ ഒരു ആക്റ്റീവ് മെമ്പറായിരിക്കുവാൻ ദൈവർക്ക് നൽകിയെന്ന് മാത്രമല്ല, അവസരം ലഭിച്ചത് മാത്രം ഒരു ദിവസം പോലും ഞാൻ അവളെ കണ്ടിട്ടില്ല.
കർത്തൃമേശയിൽ നിന്ന് മാറിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഒടുക്കത്തെ നാളിൽ ഞാൻ അവളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവിന്റെ മേശയുള്ള ബന്ധത്തിൽ അവൾ പങ്കാളിയായി. നിമിഷങ്ങളിൽ കുറേ ദിവസങ്ങൾ അവൾ ഹോസ്പിറ്റലായിരുന്നപ്പോൾ വേണ്ട നിലയിൽ അവൾക്ക് അതിനെ സംബന്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾക്ക് ആയുസ്സുള്ള കാലത്തോടും ആരോഗ്യത്തോടും ദൈവസഭയിൽ വന്ന കാലങ്ങളിൽ കർത്താവിന്റെ മേശയ്ക്ക് വേണ്ടി അവൾ കല്ലിട്ടിയവളാണ്. നമുക്ക് ഉറപ്പ് നൽകുന്ന വചനം, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എന്നോട് ഞാൻ ആമേൻ പറയാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടത് മാത്രമല്ല, റോമാലേഖനം 6-ാം അധ്യായം വ്യക്തമാക്കി പറയുന്നു, അവന്റെ മരണത്തോട് സാദൃശ്യവെച്ചവരായി നാം തീർന്നെങ്കിൽ, അടുത്ത വചനം പറയുന്നു, അവന്റെ പുനരുത്ഥാനത്തോടെ സാദൃശ്യത്തോടും നാം എന്ത് ചെയ്യും? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുവിനെ ജലത്തിൽ അവൻ സാക്ഷീകരിച്ച് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയോട് അവൾ സാധീകരിച്ചതിനാൽ ആ വചനം നമുക്കെന്ന് ഉറപ്പ്, അവന്റെ പുനരുത്ഥാന സാദൃശ്യത്തോടും അവസാനം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, And if the spirit of him who raised Jesus from the dead is living in you, he who raised Christ from the dead will also give life to your mortal bodies because of his spirit who lives in you. അവിടെയുള്ള ആത്മാവ് മനുഷ്യാത്മാവല്ല, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് അവളിൽ വസിക്കുന്നതിനാൽ, അല്ലെങ്കിൽ നമ്മളിൽ വസിക്കുന്നതിനാൽ, നിങ്ങൾ വസിക്കുന്ന അതേ ആത്മാവിനെ കൊണ്ട് ഈ മർത്ത ശരീരത്തെയും ഈ 4 തെളിവുകളോടെ വ്യക്തമായി ഞാൻ പറയണ്ടായി. ഇന്നല്ലെങ്കിൽ നാളെ കാഹളം ധനിക്കുന്ന ദിവസം. ആ കാഹളനാഥത്തെങ്കിൽ തേജസ്സേറിയ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നുള്ള ഉറപ്പ് ശാസ്ത്രമല്ല, ഈ ദൈവവചനം ശക്തമായി നമുക്ക് നൽകുന്നു. അതിനായി സ്തോത്രം കർത്താവ് വേദവാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രത്തിന് വേണ്ടി ദിവദാസന്മാർ നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾ മുൻപോട്ട് വരും. ഭാഷയിൽ 15-ാം അധ്യായത്തിൽ ഒരു ഭാഗം പറയുന്നു, This is just like sowing a seed. We are going to sow this seed. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, മരിച്ചവർ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? ആമേൻ. ഇന്ന വൽക്കാലം നാം ഈ ശരീരം അത് അടക്കുന്നത് അവർ മണ്ണിട്ട് മൂടുത്തിട്ട് പ്രത്യാശയിലുവരായിട്ട് മടങ്ങുകയല്ല, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുന്നത്. A sower having great expectation, he will have a harvest. In the same way, with a great expectation, we are going to sow this seed. രണ്ടാമത്തെ കാര്യം പറയുന്നു, ആമേൻ, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് മാത്രമല്ല, there is a time for a harvest. വിത്ത് വിതച്ചതിന് ശേഷം അതിനുവേണ്ടി കൃഷിക്കാരൻ വളരെ ദീർഘക്ഷമയോട് കാത്തിരിക്കുകയാണ്, അതിന് ഫലം അനുഭവിക്കുവാനായി. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച പ്രിയ സഹോദരൻ പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം കർത്താവ് വരുമ്പോൾ താമസിക്കണം. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ചില വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാ 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, He will swallow death in victory, and the Lord God will wipe away the tears of the face, and the rebuke of his people shall be taken away from all of ദൈവം തന്നെ ദൈവം താൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 20-28 വാക്യങ്ങൾ വായിക്കാം. But now Christ is risen from the dead and has become the first fruits of those who have fallen asleep. For since by man came death, by man also came the resurrection of the dead. For as in Adam all die, even so in Christ all shall be made alive. But each one is in his own order. Christ is the first fruits, afterward those who are Christ at his coming.
then comes the end, when he delivers the kingdom of God the Father, who when he puts an end to all rule and authority and power, for he must reign till he has put all enemies under his feet. The last enemy Yes. that will be destroyed is death. Amen. For he has put all things under his feet. Yes. But when he says all things are put under him, it is evident that he who put all things under him is accepted. Now, when all things are made subject to him, Yes. then the Son of himself will also be subject to him who put all things under him, that God may be all in all. Amen. 1 Corinthians 15 അധ്യായത്തിന്റെ 35 മുതൽ 41 വാക്യങ്ങൾ. But someone may ask, how are the dead raised? Yes. With what kind of body will they come? How foolish! What you sow does not come to life unless it dies. When you sow, you do not plant the body that will be, but just a seed, perhaps of wheat or of something else. But God gives it a body as He has determined. Yes. And each kind of seed He gives its own body. All flesh is not the same. Men have one kind of flesh, animals have another, birds another, and fish another. There are also heavenly bodies, Yes. and there are earthly bodies. But the splendor of the heavenly bodies is one kind, and the splendor of the earthly bodies is another. The sun has one kind of splendor, the moon another, and the stars another, and stars differs from star in splendor. Amen. 1 Corinthians 15 അധ്യായത്തിന്റെ 42 മുതൽ 49 വാക്യങ്ങൾ. So also is the resurrection of the dead. Yes. It is sown in corruption. Yes. It is raised in incorruption. It is sown in dishonor. Yes. It is raised in glory. Yes. It is sown in weakness. It is raised in power. Yes. It is sown a natural body. Yes. It is raised a spiritual body. There is a natural body, Yes. and there is a spiritual body. Amen. And so it is written, the first man, Adam, was made a living soul. The last Adam was made a quickening spirit. Howbeit, that was not first which is spiritual, but that which is natural, and afterward that which is spiritual. The first man is of the earth, earthy. The second man is the Lord from heaven. As is the earthy, such are they also that are earthy. And as is the heavenly, Yes. such are they also that are heavenly. And as we have borne the image of the earthy, we shall also bear the image of the heavenly. അടുത്ത വാക്യങ്ങൾ 1 Corinthians 15 50 മുതൽ 87 വാക്യങ്ങൾ വായിച്ചാണ്. സഹോദരന്മാരെ, Yes. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. Amen. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. Yes. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. Amen. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. Thank you, Lord. എന്നാൽ അന്ത്യകാഹളനാദത്തിൽ Yes. പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടെ Amen. നാം എല്ലാവരും രൂപാന്തരപ്പെടും. Amen. കാഹളം ധ്വനിക്കും, Yes. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും Yes. ഞാൻ രൂപാന്തരപ്പെടുകയും ചെയ്യും. Amen. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും Yes. ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. Yes. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ Amen. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. Amen. ഹേ മരണമേ, Yes. നിന്റെ ജയം എവിടെ? Amen. ഹേ മരണമേ, Yes. നിന്റെ വിഷമുള്ള എവിടെ? Amen. മരണത്തിന്റെ വിഷമുള്ള പാപം, Yes. പാപത്തിന്റെ ശക്തിയോനായ പ്രമാണം, Yes. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം Yes. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ചേർന്ന് പറഞ്ഞാട്ട് നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്നേക്കും ക്രൂശിൽ തറച്ചു. ക്രൂശിന്മേൽ ജീവോത്സവം കണ്ടാടി യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകുന്ന ജയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. നാം ഒരു പാട്ട് പാടുന്ന സമയത്ത് ഈ ബോഡിനായി ആസ്ക് ദ ബോഡി ടു ഗോ ഡൗൺ. ഈ ഗേഹം വിട്ടുപോകിലും 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 കാത്തൻ കാഹളനാദത്തിൽ
കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി പ്രത്യാശയിന്ദിനം ദുഃഖമൊന്നുമേ പ്രത്യാശയിന്ദിനം കാഹളനാദത്തിൽ ചേർന്നിടും നാമിനി കാർത്തൻ കാഹളനാദത്തിൽ ചേർന്നിടും ഞാനിനി വിട്ടുപോലും ഈ ദേഹം കെട്ടുപോകിലും ഈ ദേഹം വിട്ടുപോയിലും ഈ ദേഹം വിട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഓർത്തു ചേർന്നിടും നാമിനി പ്രിയൻ കൂടെ വാഴുവാൻ പ്രിയൻ കൂടെ വാഴുവാൻ കർത്തൻ കാഹളനാദത്തിൽ ഓർത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഓർത്തു ചേർന്നിടും നാമിനി കോടി ശുദ്ധരാ പ്രിയൻ കൂടെ വാഴുവാൻ കോടി ശുദ്ധരാ പ്രിയൻ കൂടെ വാഴുവാൻ കർത്തൻ കാഹളനാദത്തിൽ ഓർത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഓർത്തു ചേർന്നിടും Let's go that way. Which way you want to go? You want to go that way? Go that way. Yeah, it is, baby. You gonna come on this side? ഒരു വേദവാക്യം വായിക്കുന്നതിന് ശേഷം അപ്പോസ്തലീക ലേഖനത്തിൽ നിന്ന് വാക്യങ്ങൾ ദാസന്മാർ വായിക്കുന്നതാണ്. വെളിപ്പാട് 21-ാം അധ്യായത്തിന്റെ ആദ്യ ചില വാക്യങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സൗന്ദര്യമെനിമില്ല.
പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തു നിന്ന് ദൈവസ്ഥനിൽ തന്നെ ഇറങ്ങുന്ന ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്ന ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവരുടെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവസാന വാക്യങ്ങൾ ശ്രദ്ധിക്കുമോ? അവൻ അവിടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനം ഇരിക്കുന്നു, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാണ്. ദൈവം താൻ നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. ഇനി മരണമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, രോഗമില്ലാത്ത ഒരു നാട്ടിൽ നാം നമ്മുടെ സഹോദരി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു. ഞങ്ങൾക്ക് ദൈവജനത്തോട് നൽകുന്ന പ്രത്യാശയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ശരീരത്തോട് ഞങ്ങൾ എന്നേക്കുമായി വിട പറയുന്നെങ്കിലും അധികം താമസമേന തേജസ്സേറിയ ശരീരത്തോടുകൂടെ ഞങ്ങളുടെ പ്രിയനായി കാണാം. ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത ഒരു നാട്ടിൽ ഞങ്ങളുടെ കർത്താവിൻ്റെ കൂടെ ഞങ്ങൾ യുഗായുഗങ്ങൾ അന്ത്യമില്ലാതെ അങ്ങോട്ട് ചേർന്ന് വസിക്കുന്ന ആ നല്ല ദിവസത്തിനായി കർത്താവേ, അവനിൽ ഞങ്ങൾക്ക് എന്തിക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. ഞങ്ങൾ അങ്ങയോട് സദൃശന്മാരാകുമെന്ന് ദൈവം ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നതിനാൽ, അങ്ങയെ താൻ കാണുന്ന പോലെ ഞങ്ങൾ കാണുന്നതാകൊണ്ട് അങ്ങയോട് സദൃശന്മാരാകുമെന്നുള്ളതിനാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ നൽകിയ പ്രത്യാശയ്ക്കായി വിശേഷാൽ പ്രിയനായി കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, യേശുവിനെ ജനത്തിൽ സാക്ഷീകരിപ്പാൻ, കർത്താവിന്റെ ജനത്തോട് ചേർന്ന ദൈവത്തെ ആത്മാവരസത്തിൽ ആരാധിക്കുവാൻ, മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുവാൻ അവൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. എത്രയും വേഗത്തിൽ ഞങ്ങൾ അവളെ കാണും. എത്രയും വേഗത്തിൽ മൺമറഞ്ഞ വിശുദ്ധന്മാരെ ഞങ്ങൾ കാണും. അല്ല കർത്താവ്, എത്രയും വേഗത്തിൽ ഞങ്ങളുടെ മുന്നിൽ കർത്താവിന്റെ പൊന്നുമുഖം ഞങ്ങൾ കാണും. ആ നൽകിയിരിക്കുന്ന പ്രത്യാശയ്ക്കായി നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ കാര്യങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുന്നു. മനുഷ്യരുടെ സൃഷ്ടിയിൽ കർത്താവ് മനുഷ്യരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ മണ്ണിൽ നിന്ന് എടുക്കപ്പെടുന്നതിനാൽ നീ മണ്ണിലേക്ക് തിരികെ ചേരും. നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തിരികെ ചേരും. ഹല്ലേലൂയ. ദാനിയേലേ, നീ പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഞങ്ങൾ ഏറ്റവും പ്രിയ സഹോദരി, പ്രിയ വീര, നീ പൊയ്ക്കൊള്ളുക. കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ഒരു കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ ഉയർത്തൊരിക്കൽ കൂടെ നമ്മൾ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഏവർക്കും പരിചയമുള്ള പാട്ടിൽ ഒന്നുണ്ട് ചന്തങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. ഭക്തർഭാവനെ ആകാശമപ്പുറം
നീങ്ങുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം തെസ്സലോനിക്കയിൽ നാം വായിക്കുന്നുണ്ട്. നമുക്ക് മനപ്പാടും അറിയാവുന്ന വാക്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ വാക്യം ചേർത്ത് പറയാൻ കഴിയുന്നവർ പറയണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും താൻ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർക്ക് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അടുത്ത വാക്യം, പിന്നെ ജീവനോട് ശേഷിക്കുന്നവരാണ് അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ വേഗങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവോടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് നമുക്കൊരു കൂടെ തലകളെ വണക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി എം ബാബു പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കും. Our Father and our God, we give you thanks. We give you thanks for your presence here with us. Thank you. Lord, we give you thanks for Abina and her life, the life that she lived, the example that she set, and the influence that she had on other people because of your Son, Jesus Christ. We thank you, Lord, that she knew you. Amen. And she obeyed you, and she followed you. And we thank you, Lord, for the confidence and the glorious hope that we have. Amen. One day the trumpet shall sound. Yes. And those who are dead in Christ shall rise first. Amen. And we that are alive shall be changed and caught up together with them to meet the Lord in the air. And so we shall be with the Lord forever. Hallelujah. Thank you, Lord. Thank you for that glorious promise. Lord, today we leave the body of our sister here in this ground with that hope that we will meet again on that glorious shore. Amen. And we will rejoice in your presence, O God. Amen. Oh, what a glorious reunion that is going to be. And we look forward to that. Now, Father, we thank you for the family. We ask you to comfort them, O God. We thank you for the peace that we have in you and leave them in your hands. We thank you for her parents, her brothers, and her sisters, and all the loved ones, Lord. Continue to bless them and comfort them. Praise be to your name. We thank you for the Chattanooga church, Lord, that she was such a strong part of that church family. And as they grieve, as they are in sorrow, comfort everyone, oh God. Thank you for Pastor Sabu and all the leaders of the church. Bless them and strengthen them. Thank you for Pastor Abraham and all the servants of God who helped in this service. We give you glory, honor, and praise. Thank you for those who are with us from far and near. Bless them, O God. Give them a safe trip back to their homes. And until we see your face again, we say goodbye to Bina. In Jesus' wonderful name we pray. Amen. Now may the love of God our Father and the grace of our Lord Jesus Christ and the communion and the fellowship of the Holy Spirit be with each one of us, especially with those family members whose heart is filled with sorrow. And may the Lord bless them. And everyone said, Amen. Amen. Amen.
If you all just move back a little so they can cover the body with the dirt. Please move back. We'll ask you all to step back away on the side. We also, the family would like for all of you to come to Chattanooga Christian Assembly for lunch. Please come. Be a part of it. Okay, Joe, you too. Yeah, George is the family member too. Oh, yes. I saw that. Please move back a little bit more. They had to bring the bulldozer. Move back, step back, please. Where y'all gonna come? From that side? Which way you coming? Okay. The flowers in the way? Get everybody to go back that way. Okay. The ones that's on the tent is fine, but as long as they go behind that row of chairs, yeah, okay, then they fine right there.